എല്ലാവരും കുറച്ച് മുന്നേ പല ആളുകളും നമുക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 1-2 ന്യൂസ് ഏജൻസികൾ UK പോയിട്ട് അവിടെ കുട്ടികൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്, അവർ പട്ടിണി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനൊരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പലപ്പോഴും വരും. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികളെയോ അതല്ലെങ്കിൽ അതാത് കൺട്രികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ഉള്ളൊരു മെത്തേഡ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ UK വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 8 monthsോളം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം. അത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്മ്യൂണിറ്റി ബേസിലുള്ള സ്കീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള ഇപ്പോൾ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെ തന്നെയാണ് കേട്ടോ. കാര്യം പിന്നെ അവർക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 3 നേരത്തെ ഭക്ഷണം ഇത്തരത്തിലുള്ള. പിന്നെ ഇപ്പോൾ ഗുരുദ്വാരകളൊക്കെ അതിൽ വളരെ കൂടുതലായിട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യാറുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മീൽ ടൈം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് അതിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അവർക്ക് അവിടുന്ന് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഫെസിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്, ആ സർവീസ് അവൈൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഞാൻ റിയലിസ്റ്റിക് ആയിട്ടത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ യൂട്യൂബിൽ എപ്പോഴും നെഗറ്റീവ് തംബ്നെയിൽസ് ആണ് കൊടുക്കുക. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ഈ തംബ്നെയിൽ അവർ വളരെ നെഗറ്റിവിറ്റി അത് ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളേക്കാൾ നല്ലത് ഒതൻറ്റിക് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സുകൾ റിലേ ചെയ്യുക എന്നുള്ളതാണ്.